എക്സ്പ്ലോർ സ്പേസിന്റെ 5th എഡിഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വൈമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഓൺ ദ ഗോ സ്പേസ് ആണല്ലേ. അതായത് ഷോപ്പിങ്ങിനാണെങ്കിലും ഇവിടുത്തെ സർവീസ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയാണ്. സോ വൈമോൾ ഇപ്പോൾ ഒരു എന്താണ് ടാലന്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കൂടി ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഈ ഒരു സ്പേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5th എഡിഷനിൽ എത്തിയിരിക്കുകയാണ്. സോ വൺസ് അഗെയിൻ ഒരു വീക്കെൻഡ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി ഓപ്ഷൻ തന്നെയാണ്. സോ എല്ലാവർക്കും വിളിച്ചേർന്ന് എല്ലാവർക്കും വൈമോൾ പ്രസൻസ് ഓപ്പൺ മൈക്കിലേക്ക് ഹാർട്ട്ലി വെൽക്കം ചെയ്യാണ്. സോ ഓപ്പൺ മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ടാലന്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ്. സോ അതിൻ്റെ എങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ഡാൻസ് ആണോ ഇതാരെ പഠിപ്പിച്ചതന്നെ എന്നെ പഠിച്ചതാണോ? ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ സാദിയുടെ പെർഫോമൻസ് ഒന്ന് കാണാം. അപ്പോൾ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. കറക്റ്റായിട്ട് വരികളൊക്കെ ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 4ാം ക്ലാസ്സിലാണ്. സോ ഇരിക്കാം കേട്ടോ. താങ്ക് യു. എല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാലന്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പേസ് തന്നെയാണ്. ആൻഡ് വി ആർ ഹിയർ അറ്റ് ദി 5th എഡിഷൻ ഓഫ് Open Mind. So next we have Indu Shaji. Indu Shaji ആന്റിനെ ഞാൻ ഏറെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യാണ്. ആരെയും പാട്ട് പഠിപ്പിച്ചെന്നേ? അമ്മയച്ഛന് പാട്ട് പാടോ? അച്ഛനാണോ നേരത്തെ ഇവിടെ വന്നിടൊക്കെ ഒന്ന് ശരിയാക്കി തന്നെ ആണോ? സോ യെസ്, അപ്പൊ അനാമികയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? കയ്യടി മാറട്ടെ. എങ്ങനെയുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കയ്യടിയാണ് അതിന്റെ മറുപടി. നല്ല അടിപൊളി ശബ്ദമാണ്, നല്ല പാട്ടാണ്. നമ്മളെല്ലാവരും ദാസേട്ടൻ പാടിയ പാട്ട്. ദാസേട്ടൻ ഭയങ്കര ഫാനാണോ? ഓക്കെ, അപ്പൊ എന്തായാലും ദാസേട്ടൻ പാടിയ ഒരു പാട്ട് നോക്കി എന്ത് പെർഫോമൻസ് ആണ് ചെയ്യാൻ പോണേ? പാട്ട് തന്നെയാണ് പാടാൻ പോണേ. ഏത് പാട്ടാണ് പാടാൻ പോണേ? സുലേഖ മൻസിൽ. സുലേഖ മൻസിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പാട്ടുകൾ തന്നെയാണ് അല്ലേ?